അവയവ ഉപകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളെ വീട്ടിൽ ഉപകരണം ഉണ്ടാ? മിക്സി ഉണ്ട് നിങ്ങളെ വീട്ടില്? മിക്സി എവിടെയാ വെക്കുക? അടുക്കളയിൽ ഒരു സ്ഥലത്താ വെക്കുക. വീട്ടിൽ ടി വി ഉണ്ടാ? ടി വി എവിടെയാ വെച്ചത്? ഒരു സ്ഥലത്താ വെച്ചത്. സ്കൂട്ടർ ഉണ്ട് നിങ്ങളെ വീട്ടില്? അത് എവിടെയാ വെക്കുക? അത് പുറത്ത് പോർച്ചില്ലേ? വെരി ഗുഡ്. അതേപോലെ മൊബൈൽ ഫോൺ ഒരു ഉപകരണം, അത് എവിടെയാ വെക്കുക നിങ്ങളുടെ വീട്ടില്? ഏടിയും വെക്കൂല, ഇങ്ങനെ കൊണ്ട നടക്കും അല്ലേ? അതാ മിക്സി എന്താണ്? അമ്മമാർക്കെല്ലാം മിക്സി നല്ല ഉപകരണമാണ്. ഞാൻ അവധി പൂക്കാലത്തിൽ പോകുമ്പോൾ മിക്സിയും എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. വന്നിട്ടില്ലല്ലോ. വീട്ടിലെ സ്കൂട്ടർ നല്ല ഉപകരണമായതുകൊണ്ട് കിടക്കേമേലെ എടുത്തിട്ട് അതിമ കാല് വെച്ചിട്ടില്ലല്ലോ. ടി വി നല്ല ഉപകരണം എന്ന് വെച്ചിട്ട് അച്ഛന്റെ പുറത്ത് വെച്ച് കെട്ടിയിട്ടില്ലല്ലോ. ഇല്ല. അതേപോലെ മൊബൈൽ ഫോൺ ഒരു നല്ല ഉപകരണമാക്കി കണക്കാക്കിക്കൊണ്ട് മേശ പുറത്ത് വെക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പൊ ചെയ്തത് എല്ലാ ആളുകളുടെ ഫോണും പുറത്തുനിന്ന് വന്നാൽ മേശ പുറത്ത് വെക്കുക. നല്ല നമ്മൾ ചിരിക്കണം. ആദ്യം ഞാൻ എൻ്റെ 92 വയസ്സിൽ അമ്മയുടെ അമ്മ ഇങ്ങോട്ട് വരും, ഫോണിവിടെ വെക്കൂ. അമ്മാരെ കുളുകുളു എന്ന് പറയുമ്പോൾ കുളുകുളൊന്നുമില്ല. ഫോണിന്റെ ലോക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അമ്മ ഫോൺ വെച്ചു. എൻ്റെ ഭാര്യയുടെ ഒരു കാര്യം കൊണ്ട് വരൂ, ഫോണിവിടെ വെക്കൂ. ഇവിടെ കുളുകുളു, ഞാൻ കുളുകുളൊന്നുമില്ല, ഫോണിവിടെ വെക്കൂ. എൻ്റെ മോള് വെച്ച് എല്ലാ അച്ചായിക്കനെ ഫോൺ വെച്ചിട്ട് എന്തെന്നാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മക്ക് വരാന്ന് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അതിലും പ്രശ്നം എന്നറിയോ? ഈ മൊബൈൽ ഫോണുകൾ ഉള്ളത് കാരണമാണ് മനുഷ്യന്മാർ ഒളിച്ചോടുന്നതും തൂങ്ങിയിരിക്കുന്നതും. എനക്കാകെ പേടിയാ എന്റെ മക്കൾ തൂങ്ങിയിരിക്കുന്നുള്ള പേടി എനിക്ക്. നിങ്ങൾക്ക് അതുണ്ടാ? ഇനി എന്റെ ഭാര്യ ഒളിച്ചോടുന്നുള്ള പേടി എനിക്കുണ്ട്. അല്ല, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അമ്മ അവിടെ ഉണ്ടാവോ? ഒളിച്ചോടില്ല. അവിടെ ഒളിച്ചോടിക്ക് പോകണം. സൂക്ഷിക്കണം. അമ്മ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അമ്മ ഒളിച്ചോടാനുള്ള സാധ്യത നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് ഇന്ന് തൊട്ടിട്ട് അച്ഛനും അമ്മയും മക്കളെല്ലാം ഫോണൊന്നും വേണ്ട, അതിന് തുറന്ന പുസ്തകമായിട്ട് ഉപയോഗിക്കുക. ആർക്കും ആരുടെ ഫോണും നോക്കാനും തുറക്കാനും പറ്റണം. ഒരു ടിപ്പും കൂടി പറയാം. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ നോക്കാൻ ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങോട്ടൊരു ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിക്കും. ഫോൺ വിളിക്കുമ്പോൾ എങ്ങനെയാ ശ്രദ്ധിക്കണ്ടേ? എങ്ങനെയാ ഫോൺ വരുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുക? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ അല്ലേ? അങ്ങനെയല്ലേ ഫോൺ വിളിക്കേണ്ടത്? അച്ഛൻ ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിക്കും. അച്ഛന് ഫോൺ വരുമ്പോ ഹലോ ഇങ്ങനെ ബ്ലേഡ് വെള്ളത്തിലിട്ടവരെ അച്ഛൻ ഇറങ്ങി പോകുന്നുണ്ടെങ്കിലേ അച്ഛന്റെ ചെവി പിടിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരി അച്ഛാ, ഇതെവിടെയാ ഫോൺ വിളിച്ചിട്ട് പോകുന്നത്? ഇവിടുന്ന് വിളിക്ക്. നല്ലതാണോ? അമ്മക്ക് ഫോൺ വരുമ്പോ ഇങ്ങനെ കട്ടിന്റെ അടിയിൽ പോകുന്നുണ്ടെങ്കിൽ മുടി പിടിച്ച് വലിച്ചിങ്ങ് പുറത്തിടണം. അമ്മ നമ്മളെ മുമ്പ് സംസാരിച്ചാൽ മതി. മാന്യമായ സംസാരം. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുള്ളല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് മൊബൈൽ ഫോണിന്റെ ലോകത്ത് മാന്യമായ സംസ്കാരം ഉണ്ടാവണം. ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാം. നല്ല വിദഗ്ധന്മാരെ കൊണ്ട് സംസാരിക്കണം. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു നാളെ പെരാന്ത് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് മാത്രമേ ആ പൊട്ടന്റെ പുറകെ നടക്കുള്ളൂ. മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ എല്ലാവരോടും ചിരിച്ചും സംസാരിച്ചും നടക്കുന്ന മനുഷ്യക്കുട്ടികളോടൊപ്പം അവരെ കൂട്ടുകാരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ഒറ്റ മാറ്റേ ഉള്ളൂ. മരണ കളി കളിക്കുക. ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ച് തീർക്കുക. അപ്പോൾ മൊബൈൽ ഫോണൊന്നും അറിയാണ്ട് പുറത്തേക്ക്. അല്ലാണ്ട് വേറെ എന്ത് ചെയ്താലും രക്ഷയില്ല. ഒറ്റ കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഭ്രാന്ത് വന്നിട്ടില്ലാതെ നിങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ ആഴ്ചയിൽ പാഠപുസ്തകത്തിനപ്പുറം ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഭ്രാന്തില്ല. നിങ്ങളങ്ങനെ വായിക്കാറുണ്ടോ? സ്റ്റാൻഡ് പിന്നെയും പോയി കേട്ടോ, നിങ്ങൾക്ക് വരാൻ താഴെ ഉണ്ടാ. സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്. വെരി ഗുഡ്. കുറച്ച് വയസ്സന്മാരുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നന്നാക്കണം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ക്ലാസ് വെച്ചിരിക്കുകയാണ്. എല്ലാവരും എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്ക്. ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിക്കും ഭ്രാന്ത് വരാതിരിക്കട്ടെ. എല്ലാവരും എവിടെ കാണുമ്പോഴും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയട്ടെ. എന്റെ കണ്ണിലേക്ക് നോക്ക്, പൊട്ടിച്ചിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ ക്ലാസ് കേട്ടിട്ട് ഇന്നുവരെ ആരും നന്നായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പിന്നെ എന്തിനാ വന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിങ്ങൾ തെറ്റ് ചെയ്താൽ എവിടത്തേക്ക് പോകും? ജയിലിലേക്ക് പോകും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തെറ്റ് ചെയ്താൽ ഭ്രാന്താശുപത്രിയിലേക്കോ ജയിലിലേക്കോ എന്തായാലും പോകും. അപ്പൊ ജയിലിൽ നിങ്ങൾ പോയാലില്ലേ, ജയിലിൽ പോയാല് നിങ്ങൾ വിചാരിക്കും പിന്നെ എന്നെ കാണൂല എന്ന് വിചാരിക്കും. അത് വിചാരം വേണ്ട. ജയിലിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. അവിടെ വെള്ളയാണ് ഡ്രസ്സ്. പെൺകുട്ടികളെല്ലാം 2 കുറ്റി പോലെ മുടി ഇങ്ങനെ കെട്ടണം.
ആൺകുട്ടികൾ പച്ച മുടി മുറിക്കണം, എല്ലാവർക്കും നമ്പർ ഉണ്ടാവും, ഇവിടെ പേരില്ല. അവിടെ ജയിലിൽ പോയാലും നിങ്ങൾക്ക് സമാധാനം ഇല്ല. അവധി പൂക്കാലം എന്നുള്ള പേരൊന്നും ഉണ്ടാവില്ല. ജയിലിൽ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. എല്ലാ ജയിലിലും, കണ്ണൂരായാലും വിതുരയിലായാലും കോഴിക്കോടായാലും എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചയും ജയിലിൽ ബോധവൽക്കരണം നടത്താൻ ഞാനെന്ന പൊട്ടൻ വരും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ ചമ്പളപ്പടി ഇട്ട് നിലത്തല്ലേ ഇരുന്നിട്ടുണ്ടാവുക. ഞാൻ പുറകു വശത്തോടുകൂടിയാണ് വരിക. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കളർ ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ ഇല്ലയോ? എന്നെ മനസ്സിലാവോ? അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വരുന്നത് ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ നിങ്ങളിങ്ങനെ നോക്കും. അപ്പൊ നിങ്ങൾ പറയണം മാതൃഭൂമി അവധി പൂക്കാലം. മനസ്സിലായില്ലേ? പറയുന്നത് അത് നോക്കുമ്പോഴേ എന്റെ ക്ലാസ് കേട്ട ഒരു പൊട്ടൻ കൂടി ജയിലിലെത്തി എന്നുള്ള ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. അല്ലാണ്ട് ഈ ക്ലാസ് നിങ്ങൾ മൊബൈൽ ഫോൺ ഒരു ഉപകരണമാക്കി മാറ്റുമെന്നോ ഒരാരും എല്ലാവരും മുഖത്ത് നോക്കി ചിരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഇന്ന് മുതൽ മാന്യമായി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വീട്ടിലേക്ക് പോയിട്ട് അച്ഛനോട് ചിരിക്കണം, സംസാരിക്കണം, അമ്മയോട് ചിരിക്കണം, സംസാരിക്കണം. ഓക്കെ, എന്തായാലും ഈ അവധി പൂക്കാലത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എനിക്കിങ്ങനെ പങ്കെടുക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ട സുമേഷ് സാറാണ് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. ഇതിന്റെ സംഘാടകർക്കും മാതൃഭൂമിക്കും വിൽമയ്ക്കും അതിലേറെ ഇത്രയും നേരം എന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്ന് എന്നെ സഹിച്ച എല്ലാ മനുഷ്യാത്മാക്കൾക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ച നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം.